ഏറ്റവും മികച്ച ബിസിനസ് സാമ്രാജ്യമാണ് ടാറ്റയുടേത്. ടാറ്റയുടെ വലിപ്പം പോലെ തന്നെ സങ്കീർണമാണ് അതിന്റെ പ്രവർത്തന ഘടനയും. ടാറ്റ ഗ്രൂപ്പിനെ നയിക്കുന്നത് ടാറ്റ ട്രസ്റ്റ് ആണ്. അതേസമയം ടാറ്റ ഗ്രൂപ്പിന്റെ പിന്നിൽ ടാറ്റ സൺസ് ആണ്. അതായത് ഗ്രൂപ്പിലെ എല്ലാ കമ്പനികളെയും നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പ് വഴി ടാറ്റ സൺസ് ആണ്. ഈ ടാറ്റ സൺസിലെ പ്രബലർ ടാറ്റ ട്രസ്റ്റ് ആണ്. കാരണം ടാറ്റ സൺസിൽ 66% ഓഹരി പങ്കാളിത്തമാണ് ട്രസ്റ്റിനുള്ളത്. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ട്രസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ടാറ്റ ട്രസ്റ്റുകൾ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനാൽ തന്നെ ടാറ്റ ഗ്രൂപ്പിലെ ട്രസ്റ്റുകളുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനും നയരൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും ടാറ്റയുടെ പൊതുമുഖവുമാണ് അന്തരിച്ച രത്തൻ ടാറ്റയുടെ അർദ്ധ സഹോദരനായ നോയൽ ടാറ്റ. 40 വർഷത്തിലേറെയായി നോയൽ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടാറ്റ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എൻ ചന്ദ്രശേഖരൻ, രത്തൻ ടാറ്റയുടെ ഏറ്റവും വലിയ വിശ്വസ്തരിൽ ഒരാൾ. നിലവിൽ ടാറ്റ സൺസിന്റെ ചെയർമാനാണ്. ഗ്രൂപ്പിന്റെ എല്ലാ ദൈനംദിന തീരുമാനങ്ങളിലും പങ്കുവഹിക്കുന്നു. സാധാരണക്കാർക്ക് അത്ര പരിചിതമല്ലെങ്കിലും ടാറ്റയെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ടാറ്റ ട്രസ്റ്റുകളുടെ വൈസ് ചെയർമാനായ വേണു ശ്രീനിവാസൻ. ടാറ്റ ട്രസ്റ്റുകളുടെ പ്രധാന ട്രസ്റ്റുകളിൽ ഒരാളാണ് മുംബൈ ആസ്ഥാനമായുള്ള ബിസിനസ്സുകാരൻ മൊഹാലി മിസ്രി. 2022 ഒക്ടോബർ മുതൽ ടാറ്റ ട്രസ്റ്റുകളുടെ ഭാഗമാണ് അദ്ദേഹം. രത്തൻ ടാറ്റയുടെ ഇളയ സഹോദരനാണ് ജിമ്മി എൻ ടാറ്റ. നോയൽ ടാറ്റ അർദ്ധ സഹോദരനാണെങ്കിൽ ജിമ്മി ഒരേ രക്തമാണ്. പക്ഷേ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടാറില്ല. എന്നാൽ ടാറ്റയിലെ പ്രധാനി തന്നെ. ടാറ്റ ട്രസ്റ്റുകളുടെ ട്രസ്റ്റിയാണ്. ശാന്തവും ലളിതവുമായ സ്വകാര്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. നിലവിലെ തർക്കങ്ങൾക്കും ചേരികൾക്കും പിന്നിൽ ടാറ്റയിലെ പ്രബലർ തന്നെയാണ്. ഒരു വശത്ത് നോയൽ ടാറ്റയും മറുവശത്ത് മെഹലി മിശ്രയുമാണ്. രത്തൻ ടാറ്റയോളം ശക്തനല്ല നോയൽ ടാറ്റ. അദ്ദേഹത്തിന്റെ പല നടപടികളും ഇഷ്ടപ്പെടാത്തവർ അദ്ദേഹത്തിന്റെ പക്ഷത്ത് തന്നെ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നിൽ ഉടലെടുത്തിരിക്കുന്ന കലഹം വിപണികളെ ഒന്നാകെ ബാധിക്കുമോ എന്ന ആശങ്ക ബിസിനസ് സമൂഹത്തിനുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ട്രസ്റ്റുകൾ 2 ക്യാമ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ്. 30 ലിസ്റ്റഡ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 400ഓളം കമ്പനികൾ ടാറ്റയ്ക്ക് കീഴിലുണ്ട്. അധികാര തലത്തിലെ ഈ പോര് കമ്പനികളുടെ പ്രവർത്തനങ്ങളെ സാരമായി തന്നെ ബാധിക്കും. ടാറ്റയിലെ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിന്റെ ട്രസ്റ്റികളാണ്. സർ ദൊറാബ്ജി ടാറ്റ ട്രസ്റ്റ്, ശ്രീ രത്തൻ ടാറ്റ ട്രസ്റ്റ് എന്നിവയുൾപ്പെടെ നിരവധി ചാരിറ്റബിൾ ട്രസ്റ്റുകളെ പ്രതിനിധീകരിക്കുന്ന ടാറ്റ ട്രസ്റ്റുകളുടെ 7 ട്രസ്റ്റുകളാണുള്ളത്. ടാറ്റ സൺസ് ബോർഡിലായി നോമിനി ഡയറക്ടറായി മുൻ പ്രതിരോധ സെക്രട്ടറി വിജയ് സിംഗ് എത്തുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. രത്തൻ ടാറ്റയുടെ മരണശേഷം ടാറ്റ സൺസ് ബോർഡിൽ നോമിനി ഡയറക്ടർമാരെ 75 വയസ്സ് തികയുമ്പോൾ വാർഷിക പുനർനിയമനം നടത്തണമെന്ന് ടാറ്റ ട്രസ്റ്റ് ഒരു നയം കൊണ്ടുവന്നിരുന്നു. 2012 മുതൽ ഡയറക്ടറും 2018 മുതൽ ട്രസ്റ്റിയുമായ വിജയ് സിംഗിന് നിലവിൽ 77 വയസ്സുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ വീണ്ടും നിയമിക്കാൻ ട്രസ്റ്റ് ചെയർമാൻ നോയൽ ടാറ്റയും TVS ഗ്രൂപ്പിന്റെ ചെയർമാൻ എമിറേറ്റീസ് ആയ വേണു ശ്രീനിവാസനും നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ ട്രസ്റ്റികളായ മെഹലി മിസ്രി, പ്രമിത് ജാവേരി, ജഹാംഗീർ HC ജഹാംഗീർ, ഡരിയസ് ഗംഭട്ട എന്നിവർ ഈ നീക്കത്തെ എതിർത്തു. ഇതോടെയാണ് കലഹം ആരംഭിച്ചത്. ഇതിനിടെ വിജയ് സിംഗ് ടാറ്റ സൺസ് ബോർഡിൽ നിന്ന് സ്വയമേധയെ രാജിവെക്കുകയും ചെയ്തു. ടാറ്റ ട്രസ്റ്റുകളുടെ കെട്ടുറപ്പാണ് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥിരതയുടെ അടിത്തറ. അതുകൊണ്ട് തന്നെ ഭിന്നതകൾ ഗ്രൂപ്പിലെ 26 ലിസ്റ്റഡ് കമ്പനികളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. റെഗുലേറ്ററി നിർദ്ദേശങ്ങൾ, ഗ്രൂപ്പിന്റെ തന്ത്രങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയോടൊപ്പം ട്രസ്റ്റിമാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോയൽ ടാറ്റയ്ക്ക് കഴിയുമോ എന്നാണ് കോർപ്പറേറ്റ് ലോകം ഉറ്റുനോക്കുന്നത്.